സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറത്താണ് GoPro 12ൻ്റെ വീഡിയോ പെർഫോമൻസ്. നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോയുടെ റെസൊല്യൂഷനും ക്വാളിറ്റിയൊക്കെ ആ വീഡിയോയുടെ റീച്ചസിനെ എത്രത്തോളം ബാധിക്കും എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ടാണ് GoPro എന്ന് പറയുന്ന ഈ കുഞ്ഞൻ ക്യാമറ യൂട്യൂബേഴ്സിൻ്റെയും അതുപോലെ തന്നെ വ്ളോഗേഴ്സിൻ്റെ ഒക്കെ പ്രിയങ്കരനായിട്ട് മാറിയത്. GoProൻ്റെ ഒരു ക്യാമറ നമ്മളുടെ കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് നല്ലൊരു വീഡിയോ കിട്ടിക്കൊള്ളണമെന്നില്ല. അതിൻ്റെ ഉള്ളിൽ നമ്മൾ വരുത്തേണ്ട ഓരോ സെറ്റിങ്സുകളുണ്ട്. ഉദാഹരണത്തിന് ഔട്ട്ഡോറിന് നമ്മൾ ഔട്ട്ഡോർ വീഡിയോ ആണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെതായ സെറ്റിങ്സ് ഉണ്ട്. ഇൻഡോർ വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന് സെറ്റിങ്സ് ഉണ്ട്. ലോ ലൈറ്റിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനുള്ള സെറ്റിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റേ സ്റ്റണ്ട്, അതായത് എന്തായാലും പറയാം, ആക്ഷൻ വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സെറ്റിങ്സുകളുണ്ട്. ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഔട്ട്ഡോർ വീഡിയോ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ, ഔട്ട്ഡോർ വീഡിയോ നമ്മൾ എടുക്കുമ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ട, ഈ ക്യാമറയിൽ ചെയ്യേണ്ട സെറ്റിങ്സിനെ കുറിച്ചിട്ടാണ്. അങ്ങനെ സെറ്റിങ്സ് ചെയ്തിട്ട് നമ്മളെടുത്തൊരു വീഡിയോ കൂടി നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ GoPro 12നെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോസിൽ പുറകെ വരുന്നുണ്ട്. ആ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അതിൻ്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി അതിനകത്ത് ലഭിക്കുന്നതായിരിക്കും. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ GoPro ഓണാക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു ഡബിൾ ആരോ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഈ ഡബിൾ ആരോ നമ്മളിതിൽ പ്രൊഫഷണലി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറിയിട്ട് നമുക്ക് വേറൊരു സിമ്പിളാണ് വരിക. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്വൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ കൺട്രോൾസ് കണ്ടില്ലേ, ഈ കൺട്രോൾസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈസി മോഡ് മാറ്റിയിട്ട് നമ്മൾ നേരെ പ്രൊഫഷണലിലേക്ക് നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് സെറ്റിങ്സിൽ വരിക. സെറ്റിങ്സിൽ വന്നതിന് ശേഷം വീഡിയോ എടുക്കുക. വീഡിയോ എടുത്തിട്ട് ഇതിൽ സ്റ്റാൻഡേർഡ് എന്നുള്ളത് മാറ്റിയിട്ട് ഹൈ ആക്കുക, സ്വൈപ്പ് ചെയ്യുക. ബിറ്റ് റേറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് 8 ആണ്, 8 മാറ്റിയിട്ട് 10 ആക്കി കൊടുക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്യാനുണ്ട്. അതിനുശേഷം ബാക്ക് വരിക. പിന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളവിടെ ആക്കി കൊടുത്തപ്പോൾ ഇവിടുത്തെ സിമ്പിളിലും വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഫസ്റ്റ് ഇതിൽ കാണിക്കുന്നത് ഇതിൻ്റെ പ്രൊഫൈലാണ്. ഈ പ്രൊഫൈലിനകത്ത് ശ്രദ്ധിച്ചാൽ അറിയാം സ്റ്റാൻഡേർഡ്, HDR, ലോഗ് എന്നുകൊണ്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടത് HDR ആണ്. ഈ HDRൽ ആസ്പെക്ട് റേഷ്യോ കൊടുത്തിട്ടുള്ളത് നമുക്ക് 16.9 പിന്നെ 8.7 ആണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്, ഉണ്ടല്ലേ? അപ്പം നമുക്ക് യൂട്യൂബിന് ആണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 16.9, അതല്ല നമുക്ക് ഇൻസ്റ്റാഗ്രാമിനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 8.7 നമുക്ക് കൊടുക്കാവുന്നതാണ്. അത് കൊടുത്തതിന് ശേഷം ഇവിടെ റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. 4K റെസൊല്യൂഷനും 5.3K റെസൊല്യൂഷനും കൊടുത്തിട്ടുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് 4K റെസൊല്യൂഷനാണ്. അതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5.3K റെസൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റി ഉണ്ടാവും, വീഡിയോക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവും. പക്ഷേ വീഡിയോ ഫയലിൻ്റെ സൈസ് വളരെ വലുതായിരിക്കും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്യും. പിന്നെ ഇതിനകത്ത് കാണുന്നത് ഈ ഫ്രെയിം റേറ്റ് ആണ്. ഫ്രെയിം റേറ്റ് നമ്മൾ 60 നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ ഈ ലെൻസ് വൈഡ് എന്നുള്ളത് മാറ്റിയിട്ട് ലെൻസ് ലീനിയറിൽ ആക്കിയിട്ട് കൊടുക്കുക. പിന്നെ ഹൈപ്പർ സ്മൂത്ത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലേ, അത് നമ്മൾ ഓണാക്കിയിടണം. ഓട്ടോ ബൂസ്റ്റ് കൊടുക്കരുത് കേട്ടോ, ഓണാക്കിയിടണം. പ്രോ ട്യൂണിൽ വരിക. പ്രോ ട്യൂണിൽ വന്നതിന് ശേഷം ഇതിൽ ഷട്ടർ സ്പീഡ് നമുക്ക് ഇവിടെ ഇതിനകത്ത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വൈറ്റ് ബാലൻസ് നമ്മൾ മാറ്റി കൊടുക്കണം. വൈറ്റ് ബാലൻസ് നമ്മൾ വന്നിട്ട് 4000Kയിൽ സെറ്റ് ചെയ്യണം. അതിനുശേഷം ഈ ISO 100 അത് ഓക്കെയാണ്. ISO മാക്സിമം 1600 ഇതും ഓക്കെയാണ്.
ഈ ഷാർപ്പൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷാർപ്പ്നെസ് കൊടുത്തിട്ടുള്ളത് അത് മാറ്റിയിട്ട് 0ലേക്ക് ആക്കണം. നമുക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എഡിറ്റ് ചെയ്തിട്ട് ശരിയാക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ബാലൻസ് 4000 ആക്കി കൊടുത്തു. ISO മിനിമം 100, ISO മാക്സിമം 1600, ഷാർപ്പ്നെസ് ലോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് നമ്മൾ സേവ് ചെയ്യണം. ഒരു പേര് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. കസ്റ്റം എന്നുള്ള പേര് തന്നെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ കണ്ടില്ലേ HDR, ഇതിൻ്റെ പ്രൊഫൈൽ HDR 16.9, 4K റെസൊല്യൂഷൻ, ഷട്ടർ സ്പീഡ് 60, ലെങ്സിൻ്റെ ലീനിയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു പ്രൊഫൈലിൽ എടുത്ത വീഡിയോ ആണ് ഇപ്പം ഞാനിതിനകത്ത് ഇടാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, HDR 16.9 4K റെസൊല്യൂഷനിൽ 60 ഫ്രെയിം റേറ്റിൽ ലീനിയർ ലെൻസിൽ നമ്മൾ സെറ്റ് ചെയ്ത ഒരു വീഡിയോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ ഒരു തരത്തിലുള്ള എഫക്റ്റുകളോ ഫിൽറ്ററുകളോ അതല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റുകളോ ചെയ്തിട്ടില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി, നമസ്കാരം.